കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ. പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ. പട്ടുനിലാവ് പൊട്ടി വിരിഞ്ഞൊരോർമ്മകളെ കുട്ടികളായി മുത്തുമെനഞ്ഞ പട്ടിളം ചില്ലകളിൽ കുഞ്ഞുപൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ. ചൊല്ലി പഠിപ്പിച്ചോരിൻ ഗുരുനാഥനല്ലേ അന്തിക്കീർത്തിലെ വെട്ടം തെളിയിച്ച കൈത്തിരി നാളമല്ലേ. 51 അക്ഷരം ചൊല്ലി പഠിപ്പിച്ചോരിൻ ഗുരുനാഥനല്ലേ അന്തിക്കീർത്തിലെ വെട്ടം തെളിയിച്ച കൈത്തിരി നാളമല്ലേ. ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ. പട്ടുനിലാവ് പൊട്ടി വിരിഞ്ഞൊരോർമ്മകളെ കുട്ടികളായി മുത്തുമെനഞ്ഞ പട്ടിളം ചില്ലകളിൽ കുഞ്ഞുപൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ. കാവിലെ ഉത്സവം കാണുവാൻ പോകുമ്പം തോളിലുറങ്ങിയതും കർക്കിടക്കാറ്റിലെ കോടമഴയത്ത് കൂടെ ഇറങ്ങിയതും. കാവിലെ ഉത്സവം കാണുവാൻ പോകുമ്പം തോളിലുറങ്ങിയതും കർക്കിടക്കാറ്റിലെ കോടമഴയത്ത് കൂടെ ഇറങ്ങിയതും. ഉണ്ണി പൊന്നുണ്ണി വിളിയായതും കണ്ണാടി പോലെ നിഴലായതും നെഞ്ചിലുലാവും സങ്കടം തീർത്തൊരച്ഛന്റെ നന്മയല്ലേ. പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ. പട്ടുനിലാവ് പൊട്ടി വിരിഞ്ഞൊരോർമ്മകളെ കുട്ടികളായി മുത്തുമെനഞ്ഞ പട്ടിളം ചില്ലകളിൽ കുഞ്ഞുപൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ. പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ. ശ്രീഹരി എന്തോ അച്ഛന് വേണ്ടിയാണ് സോങ് ഡെഡിക്കേറ്റ് ചെയ്തല്ലേ? അതെ, ശ്രീഹരിയുടെ അച്ഛനാണ് കേട്ടാ. ഓ നമസ്കാരം. 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 എന്താ അച്ഛന്റെ പേര്? എൻ്റെ പേര് സുനിൽ. എന്തുകൊണ്ടാണ് അച്ഛന് സോങ് ഡെഡിക്കേറ്റ് ചെയ്തത്? ഒന്നാമത്തെ കാര്യം അച്ഛനോടുള്ള സ്നേഹം, നല്ല ഇഷ്ടമാണ് അച്ഛനെ. അതുകൊണ്ടാണ് അച്ഛന് ഡെഡിക്കേറ്റ് അച്ഛൻ എനിക്ക് ചെയ്തത്. വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനും ഫാമിലിയും എൻ്റെ നാട് വിട്ടിട്ട് എങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ട് ഈ ഷോയിൽ സെലക്ഷൻ കിട്ടിയിട്ടാണ് നമ്മൾ എറണാകുളം വരെ എത്തണേ. അല്ലെങ്കിൽ നമ്മൾ വീടിന് ചുറ്റും നടക്കേണ്ട ആൾക്കാരാ. അച്ഛാ, എങ്ങനെയാണ് ശ്രീഹരിയുടെ പാട്ടിന്റെ പഠനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
പാട്ട് നന്നായിട്ട് പാടും. ഞങ്ങളൊരു ചെറിയൊരു ഭജൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ മൂപ്പര് പാട്ട് പാടുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഗുഡ് ഗുഡ് ഗുഡ്. പിന്നെ കൈരളി ഗ്രാമീണ കലാവേദി എന്ന് പറഞ്ഞിട്ടൊരു നാടൻ പാട്ട് ഗ്രൂപ്പ് ഉണ്ട്, അതിലും പാടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എന്താ പറയാ ഗ്രാമീണ തലത്തിലുള്ള ഒരു സംഘടന. ശരി, അപ്പൊ അതിലൊക്കെ പാടുണ്ട്, അതിലൊക്കെ ഞാൻ കൊണ്ടുപോയി പാടിക്കാറുണ്ട്. വെരി ഗുഡ്. നന്നായി പാടും എന്നാണ് എല്ലാരും പറയണത്. അവൻ നന്നായിട്ട് പാടും, നല്ല ചെക്കനാ, നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുനിൽ എന്ത് ചെയ്യുന്നു? ഞാൻ സിമന്റ് വർക്ക്, വീടിന്റെ ഒക്കെ പണികൾ. ഇപ്പൊ പണികൾ വളരെ കുറവാണ്, അപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ സുഖമായി ജീവിച്ചു പോണ്. അതിന്റെ കാരണക്കാരൻ ഇവൻ തന്നെയാണ്. ഇനി കുറച്ചേക്ക് പറയാം, വിഷമായി. സൂപ്പറായിട്ട് പാടി. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സിംഗിങ് സൂപ്പർ ആയിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയതാ. എന്തൊരു പാട്ട്, എന്തൊരു പാട്ട്. അസാധാരണ പാടി. അതെ, അതായാലും പാട്ടിന്റെ കാര്യം ആലോചിച്ചിട്ട് നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട കേട്ടോ. സൂപ്പറായിട്ട് പാടി. അതല്ലാതെ ഈസി അല്ല പാടാനും. ആ പൂ നല്ല ശ്രുതി പറഞ്ഞാൽ ഒറ്റ അടി വെച്ച് കൊടുക്കാൻ തോന്നുന്നു. എല്ലാ പൂവും നല്ല ശുദ്ധമായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് ഉഗ്രം നല്ല സെലക്ഷനും. എന്തൊരു പാട്ടാ, അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാ. സൂപ്പർ സോങ്. നമുക്ക് എന്തായാലും കമന്റ്സിലേക്ക് ഇപ്പൊ പോവാം. ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ ശരത് സർ. മക്കളെ എന്തോ ശ്രീഹരി, ഓ ഉഗ്രം പാട്ട് സെലക്ഷൻ, താങ്ക് യു ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയത്. താങ്ക് യു സാർ. ഉഗ്രായിട്ട് പാടി. അത് അങ്ങനെ ഈസി ആയിട്ട് നമ്മളത് വിചാരിക്കരുത് അങ്ങ് പാട്ട് പോകാൻ. അങ്ങനെ പറ്റത്തില്ല. ആ പൂവൊക്കെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഇരുന്നില്ല, മഹാവൃത്തികേടായിരിക്കും. ഉഗ്രായിട്ട് പാടി. താങ്ക് യു സാർ. നന്നായിരുന്നടാ. എനിക്ക് ആകെ ഉള്ള ഒരു ഒറ്റ ഡൗട്ട്, അത് നിനക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ദൈവമായിട്ട് തന്നതായിരിക്കും. നമ്മൾ അനുപല്ലവി തുടങ്ങുമ്പോൾ ഗരിമ ഗരിമ എന്നുള്ളതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് നിനക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ പറഞ്ഞതാ, അല്ലെങ്കിൽ ഞാനത് പറയാതിരുന്നേ. എല്ലാവരും കൂടെ കണ്ണു വെച്ചാലോ. മക്കളെ ഉഗ്രായിട്ട് പാടി മോനെ കേട്ടോ. താങ്ക് യു സാർ. ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുക, ജീവിതത്തിൽ എല്ലാ നന്മയും ഉണ്ടാവട്ടെ. അച്ഛനും മകനും അതുപോലെ. പിന്നെ ഒരു കുട്ടിയില്ലേ നിനക്ക്, ഒരു കുഞ്ഞൻ ഉണ്ണി അവനാണ് ഫുള്ള് എല്ലാം അതിന് പുറകെ നടക്കുന്ന മുഴുവൻ. അപ്പോൾ ഫാമിലിക്ക് മൊത്തം എല്ലാ നന്മയും ഉണ്ടാവട്ടെ മോനെ കേട്ടോ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ശരി, എന്തോ ഈ പറഞ്ഞ പോലെ തന്നെ ഉഗ്രൻ സോങ് സെലക്ഷൻ, നീ അടിപൊളിയായിട്ട് പാടിയടാ. താങ്ക് യു സാർ. ഭയങ്കര ഫീൽ. ഇനിയിപ്പം ആ ഒരു കണക്ഷൻ ആണോ എന്താണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അച്ഛൻ സൈഡിൽ ഇരുന്നോണ്ടാണോ എന്നറിഞ്ഞൂടാ, ആ ഒരു എനർജി പാസ്സായതാണോ എനിക്ക് അറിഞ്ഞൂടാ. നീ ഉഗ്രനായിട്ട് പാടി കേട്ടാ. താങ്ക് യു സാർ. ആകെ ഈ പറഞ്ഞ പോലെ അനുപല്ലവിന്റെ ഫസ്റ്റ് 51 അക്ഷരം ചൊല്ലി, എനിക്ക് അത് മാത്രമാണ് വേറെ എങ്ങോട്ടോ പോകുന്ന പോലെ ഫീൽ ചെയ്ത. ആ ഫസ്റ്റ് ലൈൻ ഒരു ക്ലാരിറ്റി കുറവ് പോലെ. ബാക്കിയെല്ലാം നീ അടിപൊളിയായിട്ട് തന്നെ പാടി കേട്ടോ. അത് ശരത്തേട്ടൻ പറഞ്ഞാൽ ഈ കറക്റ്റ് കുങ്കുമപ്പൂടെ ആ പൂ കറക്റ്റായിട്ട് ലോക്കിൽ വീണിട്ടില്ലെങ്കിൽ ഭയങ്കര അരോചകമാവും. ഇതെല്ലാം നീ ലോക്കിൽ തന്നെ ഇട്ടിട്ടുണ്ടടാ. അതെ, അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട, മാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. പറഞ്ഞ പോലെ ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. നല്ല പാട്ട്, നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി. താങ്ക് യു സാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ആകെ ഞാൻ എഴുതി വെച്ചത് ആ ഒരു 2 ശരത്തേട്ടൻ പറഞ്ഞതുപോലെ ആ ഒരു ഇൻട്രോയും, പിന്നെ അമ്മയില്ലാത്ത നൊമ്പരം മായ്ക്കും അച്ഛൻ്റെ നന്മയിൽ, അതൊന്ന് പാടാം. നെഞ്ചിലുലാവും സങ്കടം തീർത്തുറച്ചന്റെ നന്മയല്ലേ. ഓക്കെ, അത് നേരത്തെ ആ നോട്ട്സ് അത്ര ക്ലിയർ ആയില്ല. ഇങ്ങനത്തെ നോട്ട്സ് വരുമ്പോൾ അതൊന്ന് നമ്മൾ കറക്റ്റായിട്ട് കാണിക്കണം. എനിക്ക് അത് മാത്രമേ ഞാൻ എഴുതി വെച്ചുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നന്നായിരുന്നടാ, അടിപൊളിയായിട്ട് പാടി. താങ്ക് യു ഹരിച്ചേട്ടാ. അച്ഛാ ഓക്കെ ആയോ? ഓക്കെ. എന്താണ് അച്ഛന്റെ വിഷമം? ഇപ്പോൾ നമ്മുടെ നിർമ്മാണ മേഖല
ഒരുവിധം സ്തംഭിച്ച മട്ടാണ്, വർക്കുകൾ കുറവാണ്. അപ്പം അതിൻ്റെ പേരിൽ കുറച്ച് വർക്ക് കുറഞ്ഞു പോയി. അപ്പം ഈ സമയത്താണ് ഇവൻ ഇവിടെ വന്ന് കയറിയത്. കാരണം ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു ഇതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകണു. അതിപ്പോൾ സാധാരണക്കാരായ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെയുള്ള, അത് മാറും, അത്ര ഉള്ള പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഹരിസാറ് ഈ കൊടുത്ത സൈക്കിള് അതിപ്പോഴും അവിടെ വെച്ചിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയൊരു നന്ദി പറയണം. അത് ചവിട്ടാറില്ലേ? ചവിട്ടിയിട്ടില്ല, അത് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. എന്തിനാ ചെക്ക അത് തുരുമ്പെടുക്കും മോനെ? ഇല്ല, ഇടയ്ക്കെടുത്ത് തുടച്ച് വൃത്തിയാക്കി ചവിട്ടുന്നുണ്ട്. ആണോ? അതെന്താ നീ ഓടിക്കാത്ത? ഓടിക്കാത്തല്ല, ഓടിക്കണൊക്കെ ഉണ്ട്. പക്ഷെ സ്കൂളിൽ കൊണ്ടുപോയി അത്ര നല്ലല്ല, പറയാൻ പറ്റില്ല. നല്ല അടിയാ സ്കൂളില്. ആണോ? എന്തോന്നടേ ഇത്, പേടിയാവുന്ന കേട്ട്. മക്കളെ സൂക്ഷിക്കുക കേട്ടോ. അതെ, സൂക്ഷിക്കുക. അക്രമാസക്തമാണ് ഭൂമി ഇപ്പോ. തൽക്കാലം നമ്മൾ കേൾക്കുന്ന ന്യൂസുകളൊക്കെ നമ്മളെ പേടിപ്പെടുത്തുന്ന ന്യൂസുകളാണ്. അപ്പം കുഞ്ഞുങ്ങളൊക്കെ സൂക്ഷിക്കുക, വലിയവരും. ശ്രീഹരി, മാർക്ക് ചോദിക്കാം. ശരത് സർ, എത്രയാണ് ശ്രീഹരിയുടെ മാർക്ക്? 9 marks. ഷാനിക, ഹരിച്ചേട്ടാ, അച്ഛാ ഇങ്ങോട്ട് വാ, അച്ഛൻ ഇങ്ങോട്ട് വാ, ഞാൻ പാടാം. അച്ഛൻ പാട്ട് പാടിയിട്ട് പോയാ മതി. ഏത് പാട്ടാ അച്ഛൻ പാടാൻ പോകുന്നേ? അനുരാഗിണി ഇതാ എന്നുള്ളത്. ആ ജോൺസേട്ടൻ പോരട്ടെ. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ. ശുഭവേളയിൽ വരദേ മമ മോഹം നീയറിഞ്ഞു, മമ മോഹം നീയറിഞ്ഞു. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. എനിക്കറിയാം അത്ര ശരിയായിട്ടില്ല. എന്നാലും അച്ഛൻ എന്റെ കണ്ടു വരച്ചേട്ടാ, നന്നായിട്ട് പാടി, സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളി. പിന്നെ നിങ്ങൾ ഏതോ നാടൻ പാട്ടൊക്കെ ഒന്നിച്ച് നമുക്കൊരു നാടൻ പാട്ട് കേൾക്കാം. ഇവരുടെ ഒന്നിച്ച്. ഞാൻ പാടില്ല, പേടിക്കണ്ട. താനിനതാനിന്നം താനേ താനിനതാനിന്നാനേ താനിനതാനിന്നം താനം താനേ താനിനതാനിന്നാനേ താനിനതാനിന്നം താനേ താനിനതാനിന്നാനേ താനിനതാനിന്നം താനം താനേ താനിനതാനിന്നാനേ. മുത്തുമുസീലിയാരും മലപ്പുറം നേർച്ച കാണുവാൻ പോകുമ്പോ സുന്ദരിയായൊരു മുഞ്ചത്തി പെണ്ണത വഞ്ചി കൊണ്ടിങ്ങ് ഇക്കരക്കേ. താനിനതാനിന്നം താനോ താനിനതാനിന്നാനോ താനം താനേ താനിനതാനിന്നാനേ. വഞ്ചിയിലുള്ളൊരു മങ്കയെ കണ്ടപ്പോ മൂളകം പാട്ടാതു പാടിയേ, മൂളകം പാട്ടാതു കേട്ടൊരു നേരം തട്ടം കൊണ്ടാ മുഖം മൂടിയേ. താനിനതാനിന്നം താനേ താനിനതാനിന്നാനേ താനിനതാനിന്നം താനം താനേ താനിനതാനിന്നാനേ.
കുറെ സന്തോഷം. അതെ. ഇപ്പൊ സംഗീതം പഠിക്കുന്നുണ്ടല്ലേ? എവിടാണ്? മനോജ് കുമാർ കലാഭവൻ എന്ന് പറഞ്ഞിട്ട് കലാഭവൻ ഇപ്പൊ ഒരു ഗായകനാണ് പഠിപ്പിക്കണേ. അതിന് ഫീസൊക്കെ എങ്ങനെയാണ്? അതാണ് ഒരു പ്രശ്നം. എന്ത്? ഞങ്ങൾ രണ്ടാളും പഠിക്കാൻ പോകുന്നു. രണ്ടാൾക്ക് 200 രൂപ വേണം. ആഴ്ചയിൽ ഒരു ദിവസമുള്ള ക്ലാസ് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് പൈസ രണ്ടാകുമ്പോ ഞാൻ ഇപ്പനെ മാത്രം പറഞ്ഞു ഞാൻ മാറിക്കും. ആഴ്ചയിൽ പൈസ ആഴ്ചയിൽ ഞായറാഴ്ച മാത്രം 200 രൂപ. അതും ഞങ്ങൾ രണ്ടാള് പോയാ 200. ഒരു ക്ലാസ്സിനാണോ? ഒരു ക്ലാസ് ഒരു ക്ലാസ്സിൽ 200 രൂപ. അതായത് ഒരാൾക്ക് 100, രണ്ടാൾക്ക് ഓക്കെ. ഇനി തൊട്ട് ഞാൻ നോക്കിക്കോളാം. അല്ല അപ്പൊ രണ്ടുപേർക്ക് ഒരുമിച്ച് ചിലപ്പോ ചില സമയത്ത് പൈസ ഉണ്ടാവില്ല. അതെ, ഇനി രണ്ടുപേരും ഒരുമിച്ച് പോക്കോ. ഒന്ന് നോക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം. താങ്ക് യു ഷാനിക്ക, താങ്ക് യു. സൂപ്പർ സൂപ്പർ, വെരി ഗുഡ്. ഡെഫിനറ്റ് ആയിട്ട് ഷാൻ ചെയ്യും. ഉറപ്പായിട്ടും, ഷാൻ ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും. ചെയ്യും, ഇല്ല ഹരി ചെയ്യും. ഉറപ്പായും. നമ്മള് കൂടെ ഉണ്ട്. നമ്മള് കൂടെ ഉണ്ട്. എല്ലാരും കൂടെ ഉണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അച്ഛാ, ശ്രീഹരി, രണ്ടുപേരും ഇനി പാട്ടൊക്കെ ഇങ്ങോട്ട് പഠിക്കുക, ഒരുമിച്ച് പഠിക്കുക. ഇടയ്ക്ക് വരിക, ഞങ്ങൾക്ക് പാട്ടൊക്കെ പാടിത്തരാൻ. ഓക്കെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഓക്കേടാ.